2024 പോളണ്ട് ഒക്ടോബർ ഇൻടേക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ കുഴപ്പിച്ച VFS ചെക്ക്ലിസ്റ്റ് അപ്ഡേറ്റ്സ്. ഫസ്റ്റ് വൺ, ബാച്ചിലേഴ്സ് സ്റ്റുഡൻസ് ചെയ്യേണ്ട നോസ്റ്റിഫിക്കേഷൻ. സെക്കൻഡ് വൺ, മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ചെയ്യേണ്ട HRD. തേർഡ് വൺ, as usual VFS അപ്പോയിന്റ്മെന്റ്. നാട്ടിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ഇവിടേക്ക് വന്ന് പഠിക്കാൻ എലിജിബിൾ ആണെന്ന് കാണിക്കുന്ന ഒരുതരം അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ആണ് ഈ നോസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പോളിഷ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു ഇക്വലൻസി എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ മുമ്പൊക്കെ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ബാച്ചിലേഴ്സിന് വന്ന സ്റ്റുഡൻസിന് ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു പ്രോസസ്സ് ചെയ്യണമായിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 12, അതായത് 2024 ഓഗസ്റ്റ് 12 തൊട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഈ നോസ്റ്റിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കണം. മാസ്റ്റേഴ്സിന് വരുന്ന സ്റ്റുഡൻസ് ചെയ്യേണ്ടത് HRD ആണ്. ഇത് MEAയുടെ കീഴിൽ വരുന്ന ഒരു അറ്റസ്റ്റേഷൻ ആണ്. ഇത് ചെയ്യേണ്ടത് അതാത് റീജിയണൽ ഓതന്റിക്കേഷൻ സെന്റർ വഴിയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കേരളത്തിലാണ് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർക്ക വഴിയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ തമിഴ്നാട്, കർണാടക അങ്ങനെ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ പഠിച്ചത് അതാത് റീജിയണിലുള്ള ഓതന്റിക്കേഷൻ സെന്റർ വഴി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇത് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ നോസ്റ്റിഫിക്കേഷനെ കാട്ടി ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നോസ്റ്റിഫിക്കേഷൻ ചെയ്യാനുള്ള മെയിൻ ഡോക്യുമെന്റ്സ് നമ്മൾ +2 പഠിച്ച സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് വൺ കരിക്കുലം കോണ്ടന്റ്, തേർഡ് വൺ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് അയച്ച് ഇവിടെ ചെയ്യേണ്ട ഒരു അറ്റസ്റ്റേഷൻ പ്രോസസ്സാണ് നോസ്റ്റിഫിക്കേഷൻ. നോസ്റ്റിഫിക്കേഷനിൽ കുഴപ്പിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രോസസ്സിന് ഏകദേശം 2 to 3 months വരെ ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ഏത് സിറ്റിയിലാണോ ചൂസ് ചെയ്തിട്ടുള്ളത് ആ സിറ്റിയിൽ വേണം ഈ പ്രോസസ് ചെയ്യിപ്പിക്കാൻ. ഇപ്പം ഉദാഹരണം വാൾസോ പറയുകയാണെങ്കിൽ 2 to 3 months വരെ എടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ സിറ്റിയിലും ഈ ഒരു ടൈം ഫ്രെയിം എടുക്കുന്നുണ്ട് എക്സെപ്റ്റ് ലൂബ്ലിൻ. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യത്തിൽ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇനി കണ്ടറിയണം. കാരണം ഓഗസ്റ്റ് 12, കാരണം 1 month പോലും ആയിട്ടില്ല ഈ അപ്ഡേറ്റ് വന്നിട്ട്. VFS ഡേറ്റ് ഇപ്പൊ ഞാൻ പറയുന്നത് മാസ്റ്റേഴ്സിന് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്റെ കാര്യമാണ്. അപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങൾ, അതായത് ഓഗസ്റ്റ് 13, 31 ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കുറെ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ കിട്ടാത്ത മാസ്റ്റേഴ്സിന് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇനി ഒരു അവസരവും കൂടെ ഉണ്ട്. അത് വരുന്നത് സെപ്റ്റംബർ 13, 14 ദിവസങ്ങളാണ് ഡേറ്റ് ഓപ്പൺ ആവുമെന്ന് അറിയാൻ കഴിഞ്ഞത്. സോ ഈ ഒരു സമയത്ത് ആ ഡേറ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് വെച്ചാൽ, കാരണം ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഓപ്പൺ ആയി കിട്ടിയ ഡേറ്റ്സ് ഒക്കെ അപ്പോയിന്റ്മെന്റ് വരുന്നത് ഒക്ടോബർ 1st week ആൻഡ് 2nd week ആണ്. സോ ഇനി സെപ്റ്റംബർ 13, 14 അഥവാ കിട്ടുന്ന സ്റ്റുഡൻസിനൊക്കെ അതിലും ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കോളേജിൽ നിന്ന്, അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡിപ്പെൻസ് ആയി, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ ലെറ്റർ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഡേറ്റ് എടുത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞത് മാസ്റ്റർ സ്റ്റുഡൻസിന്റെ കാര്യമാണ്. അപ്പം ഇനി വരാൻ പോകുന്ന ഇൻടേക്കിലേക്ക് ഇവിടെ വരാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. ഇവിടെ വരുമ്പോൾ നമുക്ക്